വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അടുത്ത ദിവസം സോജിയോ ക്ലാസ്സിലെത്തിയപ്പോൾ ബോക്സ് ആബ്സെൻ്റ് ആണെന്നറിയുന്നു. വിളിച്ചു നോക്കിയിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് യങ്മിൻ പറയുന്നു. ഒരാൾ വന്നപ്പോൾ അടുത്തയാൾ പോയോ? എന്തായാലും ഞാൻ വിളിച്ചു നോക്കാം എന്നവൾ പറയുന്നു. ബോക്സ് സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓഫീസിലേക്കാണ് പോയത്. ആ നേരത്തെ അവൻ ക്ലാസ് കട്ട് ചെയ്ത് വരുന്ന പതിവില്ലാത്തതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ലീജിയോങ് അന്വേഷിക്കുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് ബോക്സ് പറഞ്ഞു കേട്ടതും ലീജിയോങ്ങിൻ്റെ മനസ്സിൽ ലഡു പൊട്ടുന്നു. നിനക്ക് എപ്പോഴാണ് ഇങ്ങനൊരു ചിന്ത ഉണ്ടാകുന്നതെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ മിഞ്ചിയെ കൊണ്ട് അതിനുള്ള ഫോമൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞവൻ ബോക്സിൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് അവനെ കൊണ്ട് ഒപ്പിടിക്കാൻ ആ ഫോം വേഗം എടുത്തു കൊടുക്കുന്നു. ആ സമയത്ത് സോജിയോങ് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. സോജിയോങ് അവൻ ഫോൺ എടുക്കാത്തതിനാൽ ആകെ അസ്വസ്ഥയാകുന്നുണ്ട്. അതേ അസ്വസ്ഥതയോടെയാണ് അന്നവൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിരുന്നത്. ഷിമ്രാൻ അല്പസമയം മുമ്പ് എക്സ്പയറി കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒരു റൈസ് ബോൾ അവൾക്ക് നൽകുന്നു. സന്തോഷത്തോടെ അവളെടുത്ത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തെറ്റിദ്ധാരണകളും ഈ റൈസ് ബോളിൻ്റെ കാര്യവും ഒരുപോലെയാണ്. നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നെ ചവറ്റുകുട്ടയിലായിരിക്കും ഇതിൻ്റെ സ്ഥാനം. അതുപോലെ തെറ്റിദ്ധാരണകൾ ഒരുപാട് കാലം നമ്മുടെ മനസ്സിൽ കിടന്നാൽ അത് ചീഞ്ഞെഴുകാൻ തുടങ്ങും എന്ന് ഷിമ്രാൻ പറയുന്നു. ചില സമയത്ത് നിൻ്റെ വാക്കുകൾ എന്നെ വല്ലാതെ പേടിപ്പിക്കുമെന്ന് അവൾ പറയുന്നു. അവൻ പോയി കഴിഞ്ഞവൾ തനിച്ചിരിക്കുമ്പോൾ സേഹോ അവിടേക്ക് വരുന്നു. നീ ഈ സമയത്ത് എന്താണ് ഇവിടെ എന്നവൾ ചോദിക്കുന്നു. ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാണ് എന്നവൻ എക്സ്ക്യൂസ് പറഞ്ഞപ്പോൾ ഇത്രയും ദൂരം വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതോ എന്നവൾ ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം നീ ബിയർ കുടിച്ച് ബോധമില്ലാതിരുന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് വെള്ളം വാങ്ങി കുടിച്ചിരുന്നു. അതിന് നല്ല ടേസ്റ്റ് തോന്നിയത് കൊണ്ടാണ് ഇവിടേക്ക് തന്നെ വന്നത് എന്ന് അവൻ പറയുന്നത് കേട്ട് അവൾ ചിരിക്കുന്നു. അന്ന് അവളെ ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ നീയാണ് കാശ് കൊടുക്കുന്നതെങ്കിൽ കഴിക്കാൻ ഞാൻ റെഡിയാണ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം എന്നവൾ പറയുന്നു. ഇവിടുന്ന് എന്ത് കഴിക്കാനാണ് എന്ന് ചോദിക്കുന്നു. സോജിന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങുന്നു. ഇതുകൂടാതെ ഒരു ഡേറ്റ് എന്ന രീതിയിൽ ഇനി 2 തവണ കൂടി എനിക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ സോജിയോങ്ങിനോട് സേഹോ പറയുന്നു. ഡേറ്റ് ആയിട്ട് ഇഷ്ടമില്ലെങ്കിൽ ഫ്രണ്ട് എന്ന രീതിയിൽ അതും ഇഷ്ടമല്ലെങ്കിൽ മാനേജറും ടീച്ചറും എന്ന രീതിയിൽ വന്നാൽ മതിയെന്ന് അവൻ പറയുന്നു. അവൾ മറുപടിയൊന്നും പറയുന്നില്ല. ബോക്സും കുടുംബത്തിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ അവൻ സ്കൂളിൽ പഠിത്തം മതിയാക്കാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞിരുന്നതിനാൽ അവനും അമ്മയ്ക്കും ഭക്ഷണം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഇൻഹോയ്ക്ക് മാത്രം കുറച്ച് നാളായി ഇല്ലാതിരുന്ന വിശപ്പ് തിരികെ കിട്ടിയതിനാൽ പതിവില്ലാത്ത ആർത്തിയോടെ അവൻ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നു. ഇങ്ങനെ പെട്ടെന്ന് സ്കൂൾ വിട്ടു പോരാനായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാണ് അവിടേക്ക് പോയത് എന്ന് ചോദിച്ച് ചേച്ചി അവനെ വഴക്ക് പറഞ്ഞപ്പോൾ അവനെ വഴക്ക് പറയരുതെന്ന് അമ്മ അവളോട് പറയുന്നു. ആ സമയത്ത് മിസ്റ്റർ പാർക്ക് അവിടെ എത്തുന്നതിനാൽ അമ്മ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചെല്ലുന്നു. അവർ മുമ്പ് നൽകിയ കൂപ്പൺ തിരികെ നൽകിയിട്ട് ഇത് ഉപയോഗിക്കാനാണ് ഞാനിപ്പോൾ വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അമ്മ കാർഡ് വാങ്ങിയെന്ന് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ ഡിഷിൻ്റെ കാശ് എത്തിക്കാൻ 5 കൂപ്പൺ കൂടി വേണമെന്ന് പറയുന്നു. അവസാനം പൈസ കൊടുത്ത് തന്നെ അദ്ദേഹം ഭക്ഷണം വാങ്ങിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അദ്ദേഹം പോകാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ എന്നോടൊന്ന് ചോദിക്കാതെ പോവുകയാണോ, ഞാൻ ഇന്ന് സ്കൂളിൽ വരാൻ എന്താണെന്ന് ചോദിക്കാത്ത എന്താണെന്ന് ബോക്സ് ചോദിക്കുന്നു. നിനക്ക് എന്തെങ്കിലും സുഖമില്ല എന്നറിയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിന്നെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് അത്രയും മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. അടുത്ത ദിവസം സോജിയോ ക്ലാസ്സിലെത്തിയപ്പോൾ ഉടൻ ബോക്സിൻ്റെ സീറ്റിലേക്കാണ് നോക്കിയത്. ടേബിളിൽ ബാഗ് ഇരിക്കുന്നത് കണ്ട് അവൻ മടങ്ങി വന്നതിൻ്റെ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് ബാഗ് അവിടെ വെച്ചിട്ട് ബോക്സ് എവിടെ പോയി എന്ന് മറ്റു കുട്ടികളോട് ചോദിക്കുന്നു. അതെൻ്റെ ബാഗാണ്, കാലിയായി കിടക്കുന്നത് കണ്ട് ഞാൻ അവിടെ വെച്ചതാണെന്ന് പറഞ്ഞ് മറ്റൊരു കുട്ടി ബാഗ് എടുക്കുന്നു. ബോക്സ് ഇന്നും വന്നിട്ടില്ല എന്ന് യങ്മിൻ പറഞ്ഞപ്പോൾ അവളുടെ ചിരി മായുന്നു. ബോക്സിന് ഇതെന്ത് പറ്റിയെന്ന് കുട്ടികൾ തമ്മിൽ പറയുന്നുണ്ട്. ഇൻഹോ മാത്രം ഗൂഢമായ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോക്സ് ഇനി സ്കൂളിൽ പോകുന്നില്ല എന്നറിഞ്ഞ് ക്യാൻറ്റീനിലെ ജോലി റിസൈൻ ചെയ്താലോ എന്ന് ആലോചനയാണ് മിഞ്ചി. സ്കൂളിൽ പോകുന്നില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിച്ചതെന്ന് ലീജിയോങ് ഒന്നുകൂടി ബോക്സിനോട് ചോദിക്കുന്നു. ഞാൻ കാപ്പി വാങ്ങി വരാമെന്ന് പറഞ്ഞ് ബോക്സും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഞാനും ഒപ്പം വരാം, നമുക്കിത് ഒരു ഡേറ്റായി കാണാമെന്ന് പറഞ്ഞ് മിഞ്ചി സന്തോഷത്തോടെ ബാഗും കോട്ടും എടുത്ത് തിരിഞ്ഞപ്പോഴേക്കും ബോക്സ് സ്ഥലം വിട്ടിരുന്നു. അവൾ ചമ്മി തിരികെ ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഇരുന്ന ബോക്സിൻ്റെ ഫോണിലേക്ക് സോജിയോങ്ങിൻ്റെ കോൾ വരുന്നത്. ലീജിയോങ് തടയാൻ ശ്രമിച്ചിട്ടും മിഞ്ചി അത് കൈക്കലാക്കി കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഫോൺ എടുത്തപാട് ആരാണെന്ന് പോലും ചോദിക്കാൻ നിൽക്കാതെ സോജിയോങ് ബോക്സ് നീ എവിടെയാ, നീ എന്താ സ്കൂളിലേക്ക് വരാത്തത്, നിൻ്റെ ഉത്തരവാദിത്തം ഇപ്പോൾ എനിക്കാണെന്ന് അറിയില്ലേ, നീ വന്നില്ലെങ്കിൽ അത് എൻ്റെ ജോലിയെ കൂടി ബാധിക്കും എന്ന് ഒറ്റ ശ്വാസത്തിൽ പറയുന്നു. സോജിയോങ് ഇത് ഞാനാണ്, ബോക്സിൻ്റെ ഗേൾഫ്രണ്ട് എന്ന് മിഞ്ചി പറഞ്ഞപ്പോഴാണ് അവൾ സംസാരം നിർത്തിയത്. നീ എന്തിനാണ് അവൻ്റെ ഫോൺ എടുത്തത് എന്നവൾ ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ബോക്സ് ഇനി സ്കൂളിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് നിർത്തി നിൻ്റെ കാര്യം നോക്കിക്കോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞ് മിഞ്ചി ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞാണ് പുറകിൽ നിൽക്കുന്ന ബോക്സിനെ മിഞ്ചി കണ്ടത്. അവൾ സോറി പറയാൻ തുടങ്ങിയപ്പോഴേക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ ഫോണും എടുത്ത് പുറത്തേക്ക് പോകുന്നു. സോജിയോങ് ഫോൺ ചെയ്തിരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മിസ്റ്റർ പാർക്ക് ആൾക്കരികിൽ ചെന്നിട്ട് ബോക്സിനെ വിളിച്ചിട്ട് അവൻ എന്ത് പറഞ്ഞു, അവൻ ശരിക്കും സ്കൂളിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുകയാണോ, അവനോട് ടീച്ചർക്ക് നേരിട്ട് പോയി സംസാരിച്ചുകൂടെ, അവന് ടീച്ചറിനോട് എന്തോ പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികളുടെ കൗൺസിലിംഗ് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് ഉടൻ തന്നെ ചെയർമാനെ ഏൽപ്പിക്കാൻ വൈസ് പ്രിൻസിപ്പൾ അവളോട് പറയുന്നത്. അത് ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടതിനാൽ ഇപ്പോൾ തിരക്കാണ്, ബോക്സിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൾ മിസ്റ്റർ പാർക്കിനെ ഒഴിവാക്കുന്നു. റിപ്പോർട്ടുമായി അവൾ സേഹോയുടെ ഓഫീസിന് മുന്നിലെത്തിയപ്പോഴേക്കും
അവൻ പുറത്തിറങ്ങി വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് റിപ്പോർട്ട് പിന്നെ തന്നാൽ മതി. ഇപ്പോൾ നീ ഇന്നലെ പ്രോമിസ് ചെയ്തതുപോലെ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാം, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. സോജോങ്ങും ഒപ്പം ചെല്ലുന്നു. സ്കൂൾ ക്യാൻറ്റീനിലെ കിച്ചണിലേക്കാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോയത്. അവൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും തുടങ്ങുന്നു. ഈ സ്ഥലം ഇങ്ങനെ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ എന്നവൾ ചോദിച്ചപ്പോൾ ഇത് മുഴുവൻ എൻ്റെ സ്വന്തമല്ലേ, പിന്നെ ഞാൻ ആരോടാണ് പെർമിഷൻ വാങ്ങേണ്ടത് എന്നവൻ ചോദിക്കുന്നു. ഭക്ഷണം റെഡിയാക്കി അവൾക്ക് നൽകിയിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ഒന്നുമില്ലെങ്കിലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതുകൊണ്ട് കുറച്ചെങ്കിലും കഴിക്കണമെന്നവൻ പറയുന്നു. ഭക്ഷണം ഇഷ്ടപ്പെടുന്നതിനാൽ സോജിയും നന്നായി കഴിക്കുന്നുണ്ട്. കഴിക്കുന്ന കാര്യത്തിൽ മാത്രം അവൾക്ക് യാതൊരു മടിയുമില്ല. ഇടയ്ക്ക് അവൾ റിപ്പോർട്ട് അവനെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമായി പുറത്തുനിന്ന് എക്സ്പേർട്ടായ ടീച്ചർമാരെ വിളിപ്പിക്കുന്നത് ശരിയാണോ? PTA കമ്മിറ്റി അതിന് അനുവദിക്കുമോ എന്നവൾ ചോദിക്കുന്നു. നീ എൻ്റെ കാര്യം ഓർത്താണോ ടെൻഷൻ അടിക്കുന്നത് എന്ന് സേഹോ ചിരിയോട് ചോദിക്കുന്നത് കേട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നവൾ പറഞ്ഞെങ്കിലും അവനത് കാര്യമാക്കുന്നില്ല. സേഹോ വളരെ സീരിയസ് ആയി സോജിയോങ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയും. സോജിയോങ് ഒരു പൊട്ടച്ചിരി പാസ്സാക്കിയിട്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണല്ലോ, നിങ്ങൾ നല്ലൊരു എംപ്ലോയറാണ് എന്ന് പറയുന്നു. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ്, എനിക്ക് എന്താണ് കുഴപ്പം, ഞാൻ കാണാൻ സുന്ദരനാണ്, പണക്കാരനാണ്, തമാശക്കാരനുമാണ് എന്നവൻ പറയുന്നു. തമാശക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ സോജിയോങ്ങിൻ്റെ നോട്ടം കണ്ട് അത്ര തമാശക്കാരനല്ല, എങ്കിലും അത്യാവശ്യം തമാശ പറയാറുണ്ട് എന്നവൻ പറയുന്നു. ഇതൊന്നും നോക്കിയല്ല ആരും ആരെയും ഇഷ്ടപ്പെടുന്നതെന്ന് സോജിയോങ് ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ബോക്സ് കാരണമാണോ നിൻ്റെ പ്രതികരണം എന്നവൻ ചോദിക്കുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ കൊറിയ വിട്ടുപോയി, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് നീ കടന്നു വരാറുണ്ടായിരുന്നു. നീ സുഖമായിരിക്കുന്നു, നിനക്ക് എല്ലാവരുടെയും വിമർശനങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു എന്നവൻ പറയുന്നു. ഞാൻ ഓക്കെ ആയിരുന്നു, ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ എന്നവൾ പറയുന്നു. ഞാൻ പക്ഷേ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. അന്നു മുതൽ എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തീർന്നു. ഇനിയും കഴിയുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ എന്നവൻ പറയുന്നു. പക്ഷേ സോജിയോങ് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കൗൺസിലിംഗ് മുറിയിൽ നിന്ന് ബോക്സ് പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ. അവൻ്റെ വാക്കുകളും കഴിഞ്ഞ കാലവുമെല്ലാം കൂടി അവളുടെ കണ്ണു നിറയ്ക്കുന്നതിനാൽ സേഹോ പറയുന്നത് മുഴുവൻ കേൾക്കാൻ പോലും നിൽക്കാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. കൗൺസിലിംഗ് മുറിയിൽ പോയി അവൾ തനിച്ചിരിക്കുന്നു. മുന്നിൽ ബോക്സ് ഇരിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നതിനാൽ കഴിഞ്ഞതൊക്കെ മറന്നോ എന്ന് നീ എന്നോട് ചോദിച്ചില്ലേ, അതിനെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. നീ എൻ്റെ ഫീലിങ്സ് വെച്ച് കളിച്ചതാണ് എന്ന് നിനക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? നീ മാത്രമല്ല പാസ്റ്റിൽ സ്റ്റക്കായിരിക്കുന്നത് എന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ബോക്സിൻ്റെ വീട്ടിലേക്കാണ് അവൾ പോയത്. വീടിന് മുന്നിൽ എന്ത് വേണമെന്നറിയാതെ കുറച്ചു നേരം നിന്നിട്ട് പോകാൻ തിരിഞ്ഞപ്പോഴാണ് പുറകിൽ ബോക്സ് നിൽപ്പുണ്ടായിരുന്നു എന്ന് അവൾ അറിയുന്നത്. അവർ രണ്ടുപേരും കുറച്ച് മാറി സംസാരിക്കുന്നു. കുറച്ചു നേരമായിട്ട് സോജിയോങ് ഒന്നും ഉണ്ടായിരിക്കുന്നത് കണ്ട് ഇങ്ങനെയാണോ ടീച്ചർമാർ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ വിസിറ്റ് നടത്തുന്നത് എന്നവൻ ചോദിക്കുന്നു. 9 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസത്തെക്കുറിച്ച് എനിക്ക് നിന്നോട് 2 കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നീ സേഹോയെ അന്ന് തള്ളി താഴേക്കിട്ടിരുന്നോ എന്നവൾ ചോദിക്കുന്നു. ആ ചോദ്യം തന്നെ ബോക്സിനെ കരയിക്കാൻ തുടങ്ങുന്നു. ഞാൻ തള്ളിയിട്ടില്ല എന്നവൻ കണ്ണീരിനിടയിൽ കൂടി പറയുന്നു. ഞാൻ ചേരിയിലാണ് താമസിക്കുന്നത് എന്ന് നീ അന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നോ എന്നവൾ ചോദിക്കുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നവൻ പറയുന്നു. എന്നോട് സോറി തോന്നുന്നുവെന്ന് നീ എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എൻ്റെ അവസ്ഥ കണ്ടുള്ള സഹതാപം കൊണ്ടാണോ നീ എന്നോട് സ്നേഹം കാണിച്ചത്? നീ എന്നെ എന്നും വീട്ടിലേക്ക് കൊണ്ടുവിട്ടതും എന്നോട് പുഞ്ചിരിച്ചതും എൻ്റെ സ്വപ്നം കണ്ടെത്തി തന്നതും എൻ്റെ ഗേറ്റ് പെയിൻ്റ് അടിച്ചതുമെല്ലാം എന്നോടുള്ള സഹതാപം കൊണ്ടായിരുന്നു എന്നവൾ ചോദിക്കുന്നു. അവൻ മറുപടി പറയാതിരിക്കുന്നത് കണ്ട് അവൾ പോകാൻ എഴുന്നേറ്റപ്പോൾ സഹതാപം കൊണ്ടല്ല, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നത് കൊണ്ടാണ് എന്നവൻ പറഞ്ഞത് കേട്ട് അവൾ നിൽക്കുന്നു. അവൾ തിരിഞ്ഞു നിന്ന് എനിക്കും സ്കൂൾ വളരെ ഇഷ്ടമായിരുന്നു. എനിക്ക് പേരൻസ് ഇല്ലെന്നുള്ളതോ മുത്തശ്ശിക്കൊപ്പം ചേരിയിലാണ് ജീവിക്കുന്നതെന്നോ ഒന്നും യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ എനിക്ക് പ്രശ്നമല്ലായിരുന്നു. പിന്നെ നീയും സ്കൂളിലുണ്ടായിരുന്നു. പക്ഷേ നീ പോയതിന് ശേഷം സ്കൂൾ എനിക്കൊരു നരകമായാണ് തോന്നിയത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി വിശ്വസിച്ചയാൾ എന്നോട് സോറി തോന്നുന്നു എന്ന് പറഞ്ഞു കേട്ടത് കഴിഞ്ഞ 9 വർഷങ്ങളായി എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാരണം നിനക്കും വേദനിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞവൾ കരയുന്നു. ഇത് ചോദിക്കാൻ ഇത്രത്തോളം താമസിച്ചതിന് അവൾ സോറി പറയുന്നു. വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ട് നടന്ന ഒരു ഭാരം ഇറക്കി വെക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ ബോക്സ് ചിരിക്കുന്നുണ്ട്. പിന്നീട് അവർ ഒരുമിച്ചൊരു റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുന്നു. ഞാൻ കുറച്ചുകൂടി മുന്നേ ധൈര്യം സംഭരിച്ചത് ചോദിക്കേണ്ടതായിരുന്നു അല്ലേ എന്ന് സോജിയോങ് പറഞ്ഞപ്പോൾ ഇത് ചോദിക്കാൻ ധൈര്യത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് ബോക്സ് ചോദിക്കുന്നു. നീ ശരിക്കും എന്നോടുള്ളത് സഹതാപമായിരുന്നു എന്ന് പറയുമോ എന്ന് എനിക്ക് ഭയമായിരുന്നു. ഞാൻ അവിടെയാണ് താമസിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ എന്നെ കളിയാക്കിയെങ്കിലും എന്നോട് നൈസായി പെരുമാറിയ ധാരാളം കുട്ടികളുണ്ടായിരുന്നു. അവർ എനിക്ക് സ്കൂൾ സപ്ലൈസും സ്നാക്സും ഒക്കെ ഫ്രീ ആയി തന്നു. ഒരു ഫ്രണ്ടായി കാണുന്നതിന് പകരം എന്നെ ഒരു ആവശ്യക്കാരി എന്ന നിലയാണ് അവർ കണ്ടത്. എന്നെ സഹായിച്ചു കഴിയുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്ത ഒരു അഭിമാനം അവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഞാനത് വെറുത്തിരുന്നു. അവരൊക്കെ എങ്ങനെ പെരുമാറിയാലും ഞാനത് കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ നീയും അങ്ങനെയായിരിക്കുമെന്ന് എന്നെ കണ്ടിട്ടുണ്ടാവുക എന്ന ചിന്ത പോലും എന്നെ ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൽ നിന്നും മോടി ഒളിച്ചത്. ഞാൻ നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. നീ എൻ്റെ വീടിനെയും കുടുംബത്തെയും കുറിച്ച് അബദ്ധത്തിലാണ് കുട്ടികളോട് പറഞ്ഞു പോയതെങ്കിൽ പോലും എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയുമായിരുന്നില്ല. നീ പറഞ്ഞതൊന്നും കള്ളമായിരുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചെന്നെ. പക്ഷേ മറ്റേത് എനിക്ക് താങ്ങാൻ കഴിയില്ല എന്നവൾ പറയുന്നു. നീ തനിച്ചതെല്ലാം ഉള്ളിലടക്കി സ്വയം പീഡിപ്പിച്ച് ഇത്ര നാളും കഴിയണമായിരുന്നു എന്നവൻ ചോദിക്കുന്നു. ചെയ്ത തെറ്റിന് അവൾ സോറി പറയുന്നു. ഞാൻ നിന്നെ ഇത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നീ എന്നെ വിശ്വസിച്ചില്ല എന്ന് കരുതി ഞാൻ നിന്നെ വെറുക്കുകയായിരുന്നു.
നീയും എന്നോട് ക്ഷമിക്കണം. നമുക്ക് 9 വർഷം മുമ്പുള്ള ആ കുട്ടികളെ മറന്നാലോ? നമ്മളിപ്പോൾ കണ്ടുമുട്ടിയതേ ഉള്ളൂ എന്ന് ചിന്തിക്കാം. ഒരു ടീച്ചറും കുട്ടിയുമായി നമുക്ക് വീണ്ടും ആദ്യം മുതൽ തുടങ്ങാം എന്നവൻ പറയുന്നു. അവളും അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.